ഹായ്, ഞാനപ്പോൾ ഇങ്ങനെ നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടത്. കണ്ടല്ലേ, ഞാൻ നോക്കുമ്പോൾ ഇത് ഏതാ കള്ള് ഷാപ്പെന്ന്. ശരിക്കും പറഞ്ഞാൽ കള്ള് ഷാപ്പല്ല, കള്ള് ഷാപ്പിൻ്റെ ആംബിയൻസ് ബാക്കിയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു സ്റ്റാർ ഹോട്ടലാണ് നമ്മുടെ കലൂരുള്ള ഗോകുലം പാർക്ക്. ഈ ഹോട്ടലിൽ നല്ല കള്ള് ഷാപ്പ് വെറൈറ്റീസ് ഫുഡ്, കള്ളില്ല, ഫുഡ് മാത്രം നല്ല ടേസ്റ്റിയാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ ചാടിപ്പടച്ചോടി വന്നത്. ബാക്കി വിശേഷങ്ങളും എന്തുകൊണ്ട് ഇങ്ങനത്തെ കൺസെപ്റ്റ് എന്നും നാടനിലോട്ട് എന്തിനു തിരിഞ്ഞു എന്നും ബാക്കി ഫുഡിൻ്റെ ടേസ്റ്റും എല്ലാം ഉള്ളിൽ പോയിട്ട് അറിയാം. ഷാപ്പിൻ്റെ ഉള്ളിൽ കയറാം. ഹായ് രാജേട്ടാ. ഹായ് വിഷ്ണു, നമസ്കാരം. വെൽക്കം ടു ഗൂഗിൾ. താങ്ക് യു. ഇതാണ് രാജേട്ടൻ, നമ്മളിവിടുത്തെ GM ആണ്. രാജേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, നന്നായിരിക്കും. നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൽ സെക്കൻഡ് ഫ്ലോർ നാടൻ വെറൈറ്റീസ് ഓഫ് ഫുഡ്, അതായത് ട്രഡീഷണൽ മറ്റേ സ്പൈസി ആയിട്ടുള്ള നാടൻ ഫുഡ്. അതെ അതെ. എന്താണ് ബാക്കിയുള്ള പ്രത്യേകത നമ്മുടെ ഹോട്ടലിൽ ഇത് മാത്രമല്ലാണ്ട്? റെസ്റ്റോറൻറ്റ് നമ്മുടെ ഫുഡ് എപ്പോഴും ഫേമസ് ആണ്. ഞങ്ങൾക്ക് ബാങ്കറ്റ് വലിയ കൺവെൻഷൻ സെൻറ്ററിൽ ഇപ്പോൾ കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻറ്റർ. പക്ഷേ അഗൈൻ ഫുഡാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ USP ഓഫ് ദ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഫുഡിലാണ്. അപ്പോൾ ഫുഡിൽ പല വെറൈറ്റീസ് ഞങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഫോറസ്റ്റ്. അല്ല, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച പോലെ നമ്മൾ എന്തെങ്കിലും നുണയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ അച്ഛനുണ്ടോ മോളെ ഇല്ല അച്ഛൻ പുറത്തു പോയെന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറയാൻ പറഞ്ഞ പോലെ പഠിപ്പിച്ചു വെച്ച പോലെയാണ് സാർ രാശയുടെ മൊത്തമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം പറഞ്ഞു. അല്ല, നമ്മൾ ചെയ്യുന്നതാണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത് ഏറ്റവും തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ പ്ലാനിങ്ങിലും അതിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിനിൽ കൊണ്ടുവന്നത്? ഇങ്ങനെ ഈ ഒരു നാടൻ രീതിയിലോട്ട് മിക്കവരും തിരിയുന്നത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡിന് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ തന്നെ നോക്കിയാൽ പുതിയ ഫുഡ് ഔട്ട്ലെറ്റ്സ് തുടങ്ങിയേക്കണ എല്ലാം തന്നെ കേരള ഫുഡാണ്. അത് കേരള ഫുഡ് പ്രത്യേകിച്ച് മലബാർ ഫുഡ് ഒരുപാട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ ഫുഡ്, ഇപ്പോൾ കുട്ടനാടാണെങ്കിലും മറ്റേ കുട്ടനാട് ഷാപ്പിലൊക്കെ കിട്ടുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ താറാവ് മപ്പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഷെഫുകാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതാരാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചത്? നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് ഇയർലി ഒരു പ്ലാൻ ഉണ്ട്. ഇയർലി ഒരു 6 ഫുഡ് ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഓരോന്നോരോന്നും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട്, എന്നാലും ചെയ്യുന്ന ഫെസ്റ്റിവലിൽ അധികം തന്നെ ട്രഡീഷണൽ കേരള ഫുഡ് ഫെസ്റ്റിവൽ ആയിരിക്കും. ഇത് പല സ്റ്റാർ ഹോട്ടൽസിലും ഇങ്ങനത്തെ ഹൈലി ആയിട്ടുള്ള ഹോട്ടൽസിലായതുകൊണ്ടും പല ക്രൗഡുകളും ഇങ്ങനെ അറിയുന്നില്ല ഇവിടെ നാടൻ ഉണ്ട്. മീൻസ് ഇങ്ങനെ നാടൻ നമുക്ക് മെയിനായിട്ട് കൂടുതൽ ഈ സ്റ്റാർ ഹോട്ടൽസ് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ നാടൻ ഫുഡ്സ്. പക്ഷെ അത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളതിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡിവിഷൻ ഉണ്ട്. അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നു, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരം ഇവിടെ കത്തി വയ്ക്കാൻ നമുക്ക് നമ്മുടെ ഏരിയ. ശരി. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോർ റെസ്റ്റോറൻറ്റിലാണ് നടക്കുന്നത്. നമുക്ക് ഫുഡ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പുറത്ത് നീലഗിരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാങ്കറ്റ് ഹാൾസ് ഒക്കെ ഒരു ഏത് ലെവൽ, അതായത് 7 പേർക്ക് തൊട്ട് 1500 പേർക്കുള്ള ബാങ്കറ്റ് ഹാൾസും നമുക്കുണ്ട്. അവൈലബിൾ സെക്കൻഡ് ഫ്ലോർ. റെസ്റ്റോറന്റ് ഇവിടെയാണ് ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇപ്പൊ റെസ്റ്റോറന്റ് ഇവിടെയാണ് കറക്റ്റ്. നമ്മൾ കേറുമ്പോൾ തന്നെ നേരെ കാണുന്ന കള്ളാണ്. അതെ, കള്ള് ഷാപ്പ് വെറൈറ്റീസ്. ഒറ്റ സെക്കൻഡ്, എനിക്കിത് വായിക്കണം എന്നുള്ളൊരു ഇതിലുകൊണ്ട് നിൽക്കുന്നതാണ്. ഷാപ്പിലെ നിയമങ്ങൾ: ഷാപ്പിൽ നിശബ്ദത പാലിക്കുക, ബോധം പോകും മുമ്പ് ഷാപ്പിൽ നിന്ന് പോവുക, ഷാപ്പിൽ ഗുണ്ടായിസം കാണിച്ചാൽ നല്ല പിടിയും പിഴയും ഉണ്ട്, കടം പറയണ്ട, പറഞ്ഞാൽ നല്ല ഇടിയുണ്ട്, ആവശ്യത്തിന് മാത്രം കുടിക്കുക, ഗാനാലാപനം ഒഴിവാക്കുക, ഷാപ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ഛർദി ഒഴിവാക്കുക, ഷാപ്പിൽ രാഷ്ട്രീയം പാടില്ല, തലയിലിടാൻ മുണ്ട ആവശ്യമുള്ളവർ കൗണ്ടറിൽ ബന്ധപ്പെടും. എങ്ങനെയുണ്ട്? മുണ്ടൊന്നും കിട്ടും. ഇത് നമ്മുടെ ഷെഫാണ്. ഷെഫാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. രതീഷ് നായർ. അപ്പോൾ രതീഷ് നായർ ചേട്ടനാണ് നമ്മുടെ ഷെഫ്. ഇതിന്റെ മേൽനോട്ടമല്ലേ, നല്ല കള്ള് സെറ്റപ്പ്.
മൊത്തം ഇങ്ങനെ ലൈസൻസ് രാജപ്പൻ തെങ്ങൂട് അതാരാ? അല്ല, ഇദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണല്ലോ. അത് ഇങ്ങനെ മാറ്റി മാറ്റിയാണോ രാജപ്പൻ തെങ്ങുമൂടുന്നാക്കിയത്? ഓക്കെ, എനിക്ക് ഒന്നും ഇവിടെ എന്താ നല്ല ചട്ടിയിലൊക്കെ എന്തൊക്കെയോ ഇരുന്ന് തിളച്ചും മറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇത് ബേസിക്കലി നമ്മുടെ ഫാമിലി ആളുകൾക്ക് ഈ ഷാപ്പിൽ പോയി ഷാപ്പ് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർക്കൊരു അവസരം എടുക്കുക എന്നുള്ളതാണ് അവസരം എടുക്കുക. ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് ഷാപ്പ് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്ന സാധനം. ഇവിടെ ഷാപ്പിൽ കിട്ടുന്ന മുഴുവൻ സാധനങ്ങളും അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിൽ ഞങ്ങൾ ഇവിടെ സെർവ് ചെയ്യാം. ഇവിടെ കള്ളെന്ന് പേര് മാത്രമേ ഉള്ളൂ. കള്ളെന്ന് വെറുതെ ചോദിച്ചാൽ ആ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഇതാണ് ഈ ഷാപ്പിൽ കിട്ടുന്ന കപ്പ വേവിച്ചത്. കപ്പ വേവിച്ച് അതിനകത്ത് നമ്മുടെ സ്പൈസി ഒക്കെ ചേർത്തിട്ട് ഒരു തനി നാടൻ സ്റ്റൈലിലെ ഫ്ലേവർ കിട്ടില്ലേ? നമ്മുടെ ഇതില്ലേ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചൊക്കെ ഇങ്ങനെ തൂവി ആ ഒരു ഇതിലാണ്. ഷാപ്പിൽ പോയ സെയിം സാധനം കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഇത് വെജിറ്റേറിയൻ ഡിഷാണ്. വറുത്തരച്ച തീയൽ. ഇത് ഈ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇവിടെ കൊടുക്കുമല്ലേ? എല്ലാം അവിടെ ഉണ്ടാവും. ഇത് ചെമ്മീൻ കറിയാണ്. നല്ല കൂമ്പാരായിട്ട് കിടക്കാണ് ചെമ്മീൻ. തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്നത്. ഫ്ലേവർ എങ്ങനെയുണ്ട്? എനിക്ക് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒഴിച്ചെടുക്കേണ്ടത് തരും. പക്ഷേ മറ്റേ കടം പറഞ്ഞ ഇടിയുള്ള സ്കീം വേണ്ട. അത് വേണ്ട. ഇത് ചിക്കൻ ആണ്. ഓക്കെ, നമ്മുടെ നാടൻ സ്റ്റൈലിലെ ചിക്കൻ പാൽക്കറി, തേങ്ങാപ്പാൽ കറിയാണ്. ഓക്കെ, തേങ്ങാപ്പാൽ കറി. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുമ്പോൾ തന്നെ നല്ല കരിമീൻ ഫുള്ളായിട്ടുള്ള കരിമീൻ ഇങ്ങനെ ഒന്നേന്ന് എടുത്ത് വെച്ച് നന്നായിട്ട് വേവിച്ച് നല്ല കറിയാക്കിയത് ഇങ്ങനെ അടിയിൽ ഇപ്പോഴും നല്ല ഓ മറ്റേ നമ്മൾ തൂവിയണ കരിവേപ്പിലയുടെയും ആ ഒരു ഫ്ലേവർ കൂടി ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ഇത് ചിക്കൻ പൊരിച്ചത്. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കല്ലിലിട്ട് പൊരിച്ചെടുക്കുന്നത്. ഇത് ഡ്രൈ ആണത്. സൈഡ് ഡിഷായിട്ട് നമ്മൾ സ്പൈസി കൂടുതലാണ് ഇത് നമ്മുടെ ഫുഡിനൊക്കെ. ഇത് രണ്ട് സൂപ്പാണ്. ഒന്ന് കൊഞ്ച് ചെമ്മീൻ പ്രോൺസ് തന്നെയല്ല, പ്രോൺസ് തന്നെ. അപ്പോൾ നമ്മുടെ വലിയ സാധനം കൊഞ്ചെന്ന് പറയുമല്ലോ വലുതിനെ. ചെറിയ കൊഞ്ച് പല നാട്ടിലും ഷ്രിംസ് പ്രോൺസ്. കൊഞ്ചെന്ന് പറയുമ്പോൾ വലുതാണ് ചില നാട്ടിൽ. അതാണ് വ്യത്യാസം. ഞാൻ ചെമ്മീൻ എന്നാണ് പറയാ. ചെമ്മീനാണ്. ചെമ്മീൻ സൂപ്പാണ്. വെജിറ്റബിൾ സൂപ്പാണ്. കപ്പ ബേസിലുള്ള സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ വീട്ടിൽ കപ്പ കഴുകിയ വെള്ളം മാത്രമേ സൂപ്പായിട്ട് കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. കപ്പ ഇവിടെ ഇങ്ങനെ പുട്ട്, മുട്ട, അപ്പം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വരാം. അതെ, അപ്പം തോന്നി എനിക്കുള്ള ഇതാണ്. നമ്മുടെ പിക്കിൾസ് ആണല്ലേ. ഷാപ്പിൽ കിട്ടുമ്പോൾ എല്ലാ പിക്കിളും ഇഞ്ചി, മുളക്, പുളി, ഇഞ്ചി എല്ലാം ഉണ്ട്. ഞാൻ ഒന്ന് കയറി നോക്കാമല്ലോ അല്ലേ? ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല കളറും വെറൈറ്റി കളേഴ്സാണ് കാണുന്നത്. റെഡിഷ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. നമ്മൾ മറ്റേ വിനാഗിരിയിലിട്ട പോലത്തെ ചൊറുക്കയിലിട്ട സംഭവം പിന്നെ ഓരോന്നിട്ട് നല്ല ഷാപ്പിലെ പോലെ തന്നെ. ഇതിപ്പോൾ നമ്മുടെ സാലഡ്സും ബാക്കിയല്ല സാലഡ്സാണ്. ഇപ്പം എല്ലാം ഇതൊക്കെ കണ്ട് തന്നെ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളോട്ട് കിടക്കാമല്ലോ. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും. അതെ അതെ. ഇതിങ്ങനെ തന്നെയാണോ സ്ഥിരം ഈ പുള്ളി? വിഷ്ണു ഗോപീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു നമുക്കിന്ന്. അപ്പോൾ എന്തായാലും ഷെഫ് താങ്ക് യു. നമുക്ക് താങ്ക് യു ചെയ്യാം. ശരി. ഇതൊന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ നേരത്ത് കാണാം. ഇനി ഞാനും ഗോപീഷ് ചേട്ടനും കൂടി അങ്ങ് താഴ്ക്കാൻ പോകും. താങ്ക് യു.